2000 ഡിസംബർ 1 യൂറോപ്യൻ ആശ്രമം ജർമ്മനി. ജ്ഞാനദളം 22. പവിത്രതയും നിങ്ങളും. കാലങ്ങളായി എല്ലാ സംസ്കാരങ്ങളിലും ചില പ്രതീകങ്ങളോ സ്ഥലങ്ങളോ കാലഘട്ടങ്ങളോ വ്യക്തിയോ പ്രവൃത്തിയോ പവിത്രമാണെന്ന് കരുതപ്പെട്ടിട്ടുണ്ട്. പ്രതീകമോ സ്ഥലമോ വ്യക്തിയോ പ്രവൃത്തിയോ പവിത്രമാണെന്ന് കരുതുമ്പോൾ വിഭജിക്കാത്തതും പൂർണവുമായ ശ്രദ്ധയാണ് നിങ്ങൾക്കുണ്ടാകുക. കാര്യങ്ങൾ സാധാരണവും ഒരേപോലെയുമാണെങ്കിൽ നിങ്ങൾ അവബോധക്കുറവിലേക്കും ജഡതയിലേക്കും ആഴ്ന്നിറങ്ങാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും പവിത്രമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന നിമിഷം തന്നെ നിങ്ങളുടെ ജഡത അപ്രത്യക്ഷമാവുകയും നിങ്ങൾ കൂടുതൽ ജീവസുറ്റവരാകുകയും ചെയ്യും. പവിത്രമായ പ്രവൃത്തി പോലെ ആത്മസംതൃപ്തി നൽകുന്ന മറ്റൊന്നുമില്ല. നിങ്ങൾ അതിലേക്ക് സ്വന്തം ഹൃദയത്തെയും ആത്മാവിനെയും അർപ്പിക്കും. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും പവിത്രമാകുമ്പോൾ നിങ്ങൾ ദൈവികതയുമായി ഒന്നാകുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും നിങ്ങൾ പോകുന്ന ഓരോ സ്ഥലവും പവിത്രമാണ്. മാത്രമല്ല, നിങ്ങൾ കാണുന്ന ഓരോ വ്യക്തിയും നിങ്ങളുടെ തന്നെ പ്രതിബിംബമാണ്. ചോദ്യം: ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളുടെ പവിത്രത എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു? ഗുരുദേവ്: ചേതനയുടെ മുകളിൽ ഓർമ്മ ആധിപത്യം ചെലുത്തുമ്പോൾ നിങ്ങളുടെ സംവേദനക്ഷമത നഷ്ടപ്പെടും. ഉദാഹരണത്തിന്, വാരാണസിയിൽ താമസിക്കുന്നവർ അവിടെ തീർത്ഥാടനത്തിനെത്തുന്നവരുടെ അത്ര ആ സ്ഥലത്തിന് പവിത്രത കൽപ്പിക്കണമെന്നില്ല. അങ്ങനെയൊരു സംവേദനക്ഷമത അവർക്ക് ഉണ്ടാകണമെന്നില്ല. ചോദ്യം: അങ്ങനെയൊരു പവിത്രത നമ്മുടെ പ്രവൃത്തികളിൽ സൂക്ഷിക്കുന്നതെങ്ങനെ? ഗുരുദേവ്: ഇക്ഷണത്തിൽ ജീവിക്കുകയും സാധന ചെയ്യുകയും വഴി അത് സാധിക്കും. അങ്ങനെ ചേതനയുടെ മുകളിൽ ഓർമ്മയുടെ ആധിപത്യം ഇല്ലാതാകും. അപ്പോൾ ആവർത്തനം തടസ്സമല്ലാതെയാകും. ചില പ്രതീകങ്ങളും സ്ഥലങ്ങളും സമയവും ആളുകളും പവിത്രതയാർന്നതാണ് എന്ന് തോന്നുന്നത് നല്ലതാണ്. അതുവഴി നിങ്ങൾക്ക് ഉണർവും ജീവനും ഉണ്ടാകും. അമേരിക്കൻ ഇന്ത്യൻ വംശജർ ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ദിക്കുകൾ ഇവയിലെല്ലാം പവിത്രത ദർശിക്കുന്നു. ഭാരതീയ പാരമ്പര്യമനുസരിച്ച് പുഴകളും മലകളും പക്ഷി മൃഗാദികളും സസ്യങ്ങളുമെല്ലാം പവിത്രമാണ്. മനുഷ്യരെ കുറിച്ച് എന്ത് പറയാനാണ്? തീർച്ചയായും പവിത്രതയുള്ളവരാണ്. പല പാരമ്പര്യങ്ങളും ചില ആളുകൾക്കും പ്രതീകങ്ങൾക്കും സ്ഥലങ്ങൾക്കും പവിത്രത കൽപ്പിക്കുന്നു. ഉദാഹരണത്തിന്, ക്രിസ്തുമതക്കാർ കുരിശ്, ജെറുസലേം, ക്രിസ്മസ്, മാർപ്പാപ്പ തുടങ്ങിയതിനെയും ഇസ്ലാം മതക്കാർ അർദ്ധചന്ദ്രൻ, മെക്ക, റംസാൻ മാസം തുടങ്ങിയവയെയും ഹിന്ദു മതവിശ്വാസികൾ ഗംഗാനദിയെയും ഹിമാലയത്തെയും സ്വാമിമാരെയും പവിത്രമായി കരുതുന്നു. ഇതിനെ എല്ലാം മറികടന്ന് മുഴുവൻ സൃഷ്ടിയും നിങ്ങളുടെ ജീവിതം തന്നെയും പവിത്രമാണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ദൈവികതയുമായി ഒന്നായിരിക്കുന്ന വ്യക്തിക്ക് എല്ലാ പ്രതീകങ്ങളും സ്ഥലങ്ങളും ആളുകളും ഉൾപ്പെടെ ഈ ലോകത്തിലെല്ലാം തന്നെ എല്ലാ സമയത്തും പവിത്രമാണ്. ദൈവത്തിന്റെ ഒരു വ്യക്തിയാവുക. ജയ് ഗുരുദേവ്.